السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ സ്നേഹമുള്ള കൂട്ടുകാരെ, ലോകത്തിൻ്റെ കാരുണ്യദൂതനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അനുസ്മരിക്കുന്ന ഈ വേദിയിൽ അവിടുത്തെ ഏറ്റവും മനോഹരമായ സ്വഭാവങ്ങളിലൊന്നായ വിനയത്തെക്കുറിച്ച് ഏതാനും വാക്കുകളിൽ പറയാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മഹത്തായ സ്വഭാവങ്ങളിലൊന്നാണ് വിനയം. വിനയമുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും. എന്നാൽ വിനയത്തിൻ്റെ വിപരീതമായ അഹങ്കാരം അള്ളാഹുവിനും അവൻ്റെ സൃഷ്ടികൾക്കും വെറുപ്പുള്ള സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തിരിക്കുന്നു, വമൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവരെ അള്ളാഹു ഉയർത്തുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിൻ്റെ ജീവിക്കുന്ന മാതൃകയായിരുന്നു. അനുയായികളോടൊപ്പം നടക്കുകയും പാവപ്പെട്ടവരുടെ വീട്ടിൽ ഇരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുകയും രോഗികളെ സന്ദർശിക്കുകയും ദരിദ്രരുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു യാത്രക്ക് പുറപ്പെട്ടു. എല്ലാവർക്കും പ്രത്യേകം വാഹനം ഉണ്ടായിരുന്നില്ല. 3 പേർ ചേർന്നാണ് ഒരു ഒട്ടകം ഉപയോഗിച്ചിരുന്നത്. കുറച്ചു ദൂരം ഒരാൾ നടക്കും, പിന്നീട് മറ്റൊരാൾ ഇറങ്ങി നടക്കും. അങ്ങനെ എല്ലാവരും മാറി മാറി യാത്ര ചെയ്യും. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവർക്ക് ഒരു ഒട്ടകമായിരുന്നു ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടക്കാനുള്ള ഊഴം വന്നപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് നടക്കേണ്ട, ഞങ്ങൾ നടന്നോളാം. അങ്ങ് ഒട്ടകപ്പുറത്ത് തന്നെ ഇരുന്നാൽ മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു, മാ അൻതുമാ ബിഅഖ്വാ മിന്നി വലാ അന ബിഅഅനാ അനിൽ അജ്രി മിൻകുമാ. നിങ്ങൾ രണ്ടുപേരും എന്നെക്കാൾ ശക്തരല്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലം നിങ്ങളെക്കാൾ എനിക്കും ആവശ്യമാണ്. അങ്ങനെ അവിടുന്ന് സ്വയം നടക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ പ്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ ശേഷവും അതിയായ വിനയത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നിട്ടും വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. അധികാരം അവരെ അഹങ്കാരികളാക്കിയില്ല, മറിച്ച് കൂടുതൽ വിനയമുള്ളവരാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ചെറിയൊരു നേട്ടമുണ്ടായാൽ പോലും ചിലപ്പോൾ അഹങ്കാരം കടന്നു വരാറുണ്ട്. സമ്പത്തായാലും ജോലിയായാലും വിദ്യാഭ്യാസമായാലും സ്ഥാനമാനങ്ങളായാലും അവയൊന്നും നമ്മെ അഹങ്കാരികളാക്കരുത്, മറിച്ച് കൂടുതൽ വിനയമുള്ളവരാക്കണം. വിനയത്തോടെ ജീവിച്ചാൽ ജനങ്ങൾ നമ്മെ സ്നേഹിക്കും. അതിലുപരി അള്ളാഹു നമ്മെ ഉയർത്തുകയും ചെയ്യും. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി വിനയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.